വയനാട് ഒരു അവസ്ഥ എന്താണ്? ഈ ഷട്ടർ എപ്പോഴാണ് തുറക്കുന്നത് ഡാമിന്റെ? 8 മണിയോടെയാണ് ബാണാസുര സാഗർ ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുക. 500 ക്യൂബിക് മീറ്റർ വെള്ളം പുറത്തേക്ക് ഒഴുക്കാനാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഇന്നലെ അനുമതി നൽകിയിരിക്കുന്നത്. ഈ മൺസൂൺ തുടങ്ങിയതിന് ശേഷം 2 തവണയായി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നിരുന്നു. ഇതിപ്പോൾ വീണ്ടും തുറക്കാൻ പോവുകയാണ്. കഴിഞ്ഞ 2 ദിവസം ഇന്നലെയും മിനിഞ്ഞാന്നും വയനാട്ടിലെ മലയോര മേഖലകളിൽ ശക്തമായ മഴയുണ്ടായിരുന്നു. ബാണാസുര സാഗറിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ ശക്തമായതിനെ തുടർന്നാണ് ഡാമിൽ ജലനിരപ്പ് ഉയർന്നത്. ഇന്നലെ 774 മീറ്ററിലേക്ക് ജലനിരപ്പ് എത്തിയതോടെയാണ് KSEB ദുരന്ത നിവാരണ അതോറിറ്റിയോട് ഡാം തുറക്കാനുള്ള അനുമതി തേടിയത്. എല്ലാ നിബന്ധനകൾക്കും വിധേയമായി എല്ലാ മുന്നറിയിപ്പുകളും നൽകിക്കൊണ്ട് ഡാം തുറക്കണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഡാം തുറക്കുന്നതോടെ വെള്ളം ഒഴുകിയെത്തുക പടിഞ്ഞാറത്ര, വെള്ളമുണ്ട പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിലേക്കാണ്. പനമരം പഞ്ചായത്തിലേക്കാണ് അതിനുശേഷം വെള്ളം എത്തുക. പുതുശ്ശേരിക്കടവ്, മുണ്ടക്കുറ്റി, ചേരിയൻകൊല്ലി തുടങ്ങിയ പ്രദേശങ്ങളിലൂടെ ഒഴുകി പനമരം പുഴയിലൂടെ കബനി നദിയിലേക്കാണ് വെള്ളം എത്തുക. നിലവിൽ പുഴകളൊന്നും നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമില്ല. ഇന്നലെ വൈകുന്നേരത്തിന് ശേഷം ജില്ലയിൽ മഴയുടെ ശക്തി നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പോലും മഴ പെയ്യുന്നില്ല. ചില സ്ഥലങ്ങളിൽ നേരിയ മഴ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വലിയൊരു ആശങ്കയ്ക്ക് കാര്യമില്ല ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട്. എങ്കിലും തീരദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്കൊക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് വെള്ളം ഒഴുകിയെത്തുന്നത് കർണാടകയിലെ ബീച്ചനഹള്ളിയിലുള്ള കബനി ഡാമിലേക്കാണ്. അവിടെ ഷട്ടറുകൾ നിലവിൽ തുറന്നിരിക്കുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. അതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ ഒഴുക്ക് ശക്തമായിരിക്കും. വെള്ളം വലിയ രീതിയിൽ കരയിലേക്ക് കയറാനുള്ള സാധ്യതയും നിലനിൽക്കുന്നില്ല. ജയലക്ഷ്മി. കമൽ, അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കാറ്റ് വലിയൊരു ഭീഷണിയായിട്ടുണ്ടായിരുന്നു. വയനാട് കാറ്റിന്റെ പ്രശ്നമുണ്ടോ? അതേപോലെ തന്നെ ഈ ഒരു ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് ആളുകൾക്ക്. അതുമായിട്ട് ആളുകൾ സഹകരിക്കുന്നുമുണ്ടോ? ജയലക്ഷ്മി, ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ വിവിധ മാധ്യമങ്ങളിലൂടെ അറിയിപ്പ് നൽകിയിട്ടുണ്ട്. മൈക്ക് അനൗൺസ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്പസമയത്തിനകം നടക്കും. ഞാൻ പറഞ്ഞതുപോലെ പുഴകളൊന്നും നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ അത്തരമൊരു ആശങ്കയ്ക്ക് കാര്യമില്ല. വയനാട്ടിൽ ഈ മലയോര മേഖലകളിൽ പ്രത്യേകിച്ച് പേരിയ, നിരവിൽ പുഴ, അതുപോലെ ബാണാസുര സാഗറിന്റെ വൃഷ്ടിപ്രദേശമായ കാപ്പിക്കളം തുടങ്ങിയ മേഖലകളിലൊക്കെ ശക്തമായ മഴ ഇന്നലെയും മിനിഞ്ഞാന്നും ഉണ്ടായിരുന്നു. പക്ഷേ മറ്റു പ്രദേശങ്ങളിൽ അത്ര തീവ്രമായ മഴ ഉണ്ടായിരുന്നില്ല. മഴ ഉണ്ടായിരുന്നു, പക്ഷേ അത്തരത്തിൽ എന്തെങ്കിലും കെടുതികൾ ഒന്നും റിപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ വലിയ തീവ്രമായ ഒരു മഴ വയനാട്ടിൽ ഇത്തവണ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ആശങ്ക നിലനിൽക്കുന്നില്ല. എങ്കിലും എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇന്ന് യെല്ലോ അലർട്ട് ആണ് ജില്ലയിൽ നിലനിൽക്കുന്നത്. ഇന്നും നാളെയും അതുമായി ബന്ധപ്പെട്ട ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്.